ചട്ടമ്പി പാറു ഏപ്രിൽ 7 മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇനി ജ്യൂസ് കുടിച്ചേ, കുടിക്കേ. എന്തിനാ ഇങ്ങനെ വായി നോക്കി നിൽക്കുന്നേ? കണ്ണുപെടാനാണോ? അസൂയ മൂത്ത് കൊതി പെടാൻ നിൽക്കാതെ കേറി പോകത്. മോളിത് കഴിക്കേ. ബാക്കി ഞാൻ കൊടുക്കാം. അത് കഴിച്ചിറക്കും. കഴിക്കട്ടെ. ഹൈ പ്രോട്ടീനാ. കഴിക്കും. മോളെ, ഞാനും ഒരുപാട് മാറിപ്പോയിന്ന് ചിന്തിക്കുന്നുണ്ടോ മോളെ? നീ ഒന്നും മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച് ചെയ്യുന്നതല്ലോ, അവസ്ഥ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ലേ. നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമ്പോ ഇതുപോലൊക്കെ നിന്നെ പരിചരിക്കണമെന്ന് ആഗ്രഹിച്ചവളാ ഞാൻ. പക്ഷേ അതിനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ല. യോഗം ശിവാനിക്കായിരുന്നു. മനസ്സിൽ ഒരുപാട് അനിഷ്ടങ്ങളുണ്ടെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ മോളെ എനിക്കവളെ? പ്രണവും എന്റെ മോൻ തന്നെയല്ലേ, അവന്റെ കുഞ്ഞല്ലേ ശിവാനിയുടെ വയറ്റിൽ വളരുന്നേ. എന്താ അമ്മ ഇത്? വിഷമം തോന്നിയെന്നുള്ളത് നേരാ, പക്ഷെ അതിന്റെ പേരിൽ എനിക്ക് അമ്മയുടെ ദേഷ്യം തോന്നൂ. ശിവാനിയും വസുന്ധരാന്റിയും എന്നെ പഴിക്കുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. സാരല്ല, അമ്മ അങ്ങോട്ട് ചെല്ല. ഉപേക്ഷ വിചാരിക്കുന്നുവെന്ന് ഒരിക്കലും ശിവാനിക്ക് തോന്നരുത്. തോന്നരുതെന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. പ്രണവിന്റെയും ശിവാനിയുടെയും കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ പിറക്കണം. ഈശ്വരമംഗലത്തിന്റെ ആദ്യത്തെ അനന്തരാവകാശിയാണ് വളർന്നു വരുന്നത്. അതില് ഒരു നോട്ടപ്പശകും ഉണ്ടാവരുത്. ശിവാനിയുടെ കൂടെ തന്നെ അമ്മ കാണണം. അമ്മ അങ്ങോട്ട് ചെല്ല. ഞാനേ കുറച്ചു നേരം തനിച്ചൊന്നിരുന്നോട്ടെ. അമ്മ പൊയ്ക്കോന്നേ. അത്ര വേണ്ട, ഒരു പീസ കഴിക്കാം. ഇതൊന്നും ഇതുവരെ വാരി കളഞ്ഞില്ലേ? ഇവിടുത്തെ വേലക്കാരിക്ക് ഇതിനൊന്നും സമയമില്ലല്ലോ. ഞാനൊന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്നറിയോ? കഴിക്ക് ശിവാനി. വേഗം വേഗം കഴിക്കണം കേട്ടാ. ഈ വീട്ടിലെ അടുത്ത തലമുറയിലെ ആദ്യ സന്തതിയെ പ്രസവിക്കാൻ പോകുന്നത് നീയാ. ആരോഗ്യം നന്നായിട്ട് നോക്കണം. അമ്മ എന്റെയൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അതുപോലെ അനുസരിച്ച് വേണം ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്.
ചിലരൊക്കെ എങ്ങനെ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാന്ന് ചിന്തിച്ച് നടക്കുക. ഇപ്പൊ കാണിച്ചതുപോലുള്ള അബദ്ധങ്ങൾ ഇനി കാണിക്കരുത്. ഓക്കെ? കൊടുക്കടാ. അയ്യോ കഴുകി. പ്രണവേ മതി മതി. പിന്നെ പിന്നെ കഴുകി മതി. ജ്യൂസ് കുടിക്കും. എന്തു പറ്റി? ഇന്ന് നേരത്തെ വന്നല്ലോ. താഴെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പ്രശ്നോ? എന്ത് പ്രശ്നം? ഞാനൊന്നും അറിഞ്ഞില്ല. അവിടെ എന്തോ ഉണ്ടായി. അമ്മ നിലത്തുനിന്ന് ഫ്രൂട്ട്സ് ഒക്കെ വാരി എടുക്കുന്നുണ്ടല്ലോ. ഞാൻ താഴേക്ക് പോയില്ലായിരുന്നു. ഒന്നും കണ്ടില്ല ഗൗതം. എന്റെ മുഖം എന്താ വാടിയിരിക്കുന്നേ? മുഖം വാടിയിരിക്കുന്നോ? ഏയ്, ഗൗതമിന് വെറുതെ തോന്നുന്നതാവും. പിന്നെ കുറെ വിഷമങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. കള്ളം പറയണ്ട. ഇവിടെ എന്തോ നടന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അതിന്റെ പേരിൽ തന്നെ ആരോ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒന്നുമില്ല. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഇന്നെന്താ നേരത്തെ വന്നത്? അത് ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഞാൻ പറയാം, നീ എന്റെ കൂടെ വാ. എന്താ ഗൗതം? അതൊക്കെ പറയാം, വാ എന്റെ കൂടെ. പറയ. എന്താ ഗൗതം? എന്തോ പറയാനുണ്ടല്ലോ. വേഗം ഡ്രസ്സ് മാറിയിട്ട് വാ, നമുക്കൊന്ന് പുറത്തു പോവാം. പുറത്തു പോവാനോ? എങ്ങോട്ട്? അതൊക്കെ പറയാം. ആദ്യം ഡ്രസ്സൊന്ന് മാറ്. അല്ല, എവിടേക്കാ പോകുന്നതെന്നൊന്ന് പറഞ്ഞൂടെ? ഞാൻ അറിയുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പം ഇല്ല. എന്തായാലും പോകുന്ന ഒരു നല്ല കാര്യത്തിന്. നല്ല കാര്യമാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞൂടെ? എങ്കിൽ കുറച്ച് സമയം മുൻപേ സന്തോഷിച്ച് തുടങ്ങാലോ. അതൊരു സർപ്രൈസാ. എന്റെ പെണ്ണ് കരയാൻ പാടില്ല എന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. സമയം കളിയിലെ നിധി, വേഗം ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് വന്നേ. ചെല്ല്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരി, ഡ്രസ്സ് മാറാം. എന്താ നിധി ഇത്? നമ്മളൊരു ശുഭകാര്യത്തിനല്ലേ പോകുന്നത്. ഒരല്പം കളർഫുൾ ആയിട്ട് സാരി വേണം കൊടുക്കാൻ. മാറിക്ക്, ഞാൻ അടുത്ത് തരാം. ഇത് കൊടുത്തോ. ഇത് മതി. ഓക്കെ, ഒരു കാര്യം ചെയ്യും. ഗൗതം താഴേക്ക് വെക്കാം. ഞാനേ സാരി മാറിയിട്ട് വരാം. ഓക്കെ, സമ്മതിച്ചു. ഒരു മിനിറ്റ്. എന്തിനാ ഗൗതം ഈ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ എടുക്കുന്നത്? അതൊക്കെ പറയാം. നീ വേഗം വാ.